നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങുന്നു. സ്വാഗതം. ബ്രഹ്മപുരത്ത് തീ അണഞ്ഞുവെങ്കിലും വിവാദ പുക അത് അണഞ്ഞിട്ടില്ല. ഇന്ന് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ ദേശീയ ഹരിത ട്രിബ്യൂണൽ രൂക്ഷമായി വിമർശിച്ചു. വേണ്ടിവന്നാൽ സംസ്ഥാന സർക്കാരിൽ നിന്നും 500 കോടി രൂപ പിഴ ഈടാക്കുമെന്ന് ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം മോശം ഭരണമാണ്. സർക്കാരിനാണ് ബ്രഹ്മപുരം പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമെന്നും ട്രിബ്യൂണൽ ചെയർപേഴ്സൺ AK ഗോയലിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പറഞ്ഞു. ബ്രഹ്മപുരത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിഷയം സ്വമേധയായിട്ടാണ് ട്രിബ്യൂണൽ പരിഗണിച്ചത്. കേരള ഹൈക്കോടതി കേസ് എടുത്തിട്ടുണ്ടെന്നും കേസിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതിനാൽ സമാന്തരമായ മറ്റൊരു കേസ് ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്നുമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ അറിയിച്ചത്. ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളിൽ തങ്ങൾ ഇടപെടുന്നതല്ല എന്നും ഹൈക്കോടതി ഉത്തരവിന് ഘടകവിരുദ്ധമായ ഇടപെടലുകൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നും ട്രിബ്യൂണൽ വ്യക്തമാക്കി. ബ്രഹ്മപുരം അഴിമതിയിൽ ഒരു പടി കൂടി കടത്തിപ്പറയുകയാണ് BJP. മുഖ്യമന്ത്രി നേരിട്ടാണ് ചർച്ചകൾ നടത്തിയതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. കരാർ ഒപ്പിടുന്നതിന് മുമ്പ് വിദേശത്ത് ചർച്ചകൾ നടന്നു. അതിനുശേഷം സംസ്ഥാനത്ത് പലയിടത്തും ഇവർക്ക് കരാറുകൾ ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയിലാണ് ഗൂഢാലോചനകൾ നടന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ബ്രഹ്മപുരത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം ഏതെങ്കിലും ഒരു കരാറുകാരും അല്ലെങ്കിൽ കോർപ്പറേഷനും മാത്രം നടത്തിയ ഒരു അഴിമതിയല്ല. സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് ഈ അഴിമതിക്കാരുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നത്. ഈ കമ്പനിയുമായി വിദേശത്ത് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിനെ സംബന്ധിച്ചുള്ള കരാറുകാർക്ക് വഴിവിട്ട തോതിലുള്ള സഹായങ്ങൾ കൊടുക്കാൻ നിർബന്ധിതമാവുന്നത്. ബ്രഹ്മപുരമടക്കം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നീറിപ്പുകയുമ്പോൾ നേതാക്കളുടെ നട്ടലും വാഴപ്പിണ്ടിയുമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് പ്രധാനം. തുടർച്ചയായി 3-ാം ദിവസവും ബഹളത്തിൽ നിയമസഭ മുങ്ങി. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ചോദ്യോത്തരവേള പോലും പൂർത്തിയാക്കാതെ ഇന്നും നിയമസഭ പിരിഞ്ഞു. സഭയ്ക്കകത്ത് നടന്ന സംഘർഷങ്ങളിൽ കേസെടുത്തത് സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ വാക്പോര് ഇന്നും തുടരുകയും ചെയ്തു. അടിയന്തര പ്രമേയ നോട്ടീസിന് പോലും അവതരണാനുമതി നിഷേധിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ തുടർച്ചയായ 3-ാം ദിനവും സഭ കലുഷിതം. സാർ, കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് നടന്ന ദൗർഭാഗ്യകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് വാദി പ്രതിയായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സാർ, വാദികളായ 7 MLA-മാർക്കെതിരായി ഇവിടെ കലാപം നടത്തി എന്നുള്ള പേര് വരെ പറഞ്ഞുകൊണ്ടുള്ള ജാമ്യമില്ലാത്ത കേസുകൾ എടുത്തിരിക്കുകയാണ്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ പ്രതിഷേധമറിയിക്കാൻ എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തതോടെ പ്ലക്കാർഡും മുദ്രാവാക്യവുമായി പ്രതിഷേധം നടുത്തളത്തിലെത്തി. ഭരണനിരയും എഴുന്നേറ്റതോടെ സഭാ നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ചെയറുമായി സഹകരിക്കാതെ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സമീപനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങളിൽ ഉണ്ടാവുന്നത് നിരാശാജനകമാണ്. സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച 7 MLA-മാർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്ത നടപടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനിരുന്നത്. നിർണായക ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് ഇന്നും മറുപടി പറയേണ്ടി വന്നില്ല. അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് പോലും പരിഗണിക്കാത്തത് മുഖ്യമന്ത്രിക്ക് ചോദ്യങ്ങളോടുള്ള ഭയം കൊണ്ടെന്നും സഭയ്ക്ക് പുറത്തും പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും പ്രതിപക്ഷ മുന്നറിയിപ്പ്. ഇതിൽ ഒരു കോംപ്രമൈസും ഞങ്ങൾക്കില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ഇത് സ്ഥാപിച്ചു കിട്ടുന്നത് വരെ മുഖ്യമന്ത്രിയുടെ ഈ ധാർഷ്ട്യം, ഇക്കാര്യത്തിലുള്ള ധാർഷ്ട്യവും നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നത് വരെ വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സമരം പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. എന്നാൽ പ്രതിപക്ഷത്തിന്റേത് നുണപ്രചരണമെന്നാണ് ഭരണപക്ഷ MLA-മാരുടെ പ്രതിരോധം. അതിനിടയിൽ വാച്ച്മാൻമാർ അവർക്ക് ചുറ്റുമുണ്ട്. അതിന് പുറത്തായാണ് ഭരണപക്ഷ MLA-മാരുണ്ടായിരുന്നത്. ഒരു നിലയിലും നേരിട്ട് പ്രതിപക്ഷ MLA-മാരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി പോലും കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും തന്നെ വളരെ വ്യക്തമാണ്. 2 ഭരണപക്ഷ MLA-മാർക്കെതിരെ നിസ്സാര വകുപ്പും 7 പ്രതിപക്ഷ MLA-മാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുമിട്ടാണ് കേസ്. കൈക്ക് പരിക്കേറ്റ KK രമ DGP-ക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിലും പ്രതിഷേധമുയർന്നു. ഇതിനു പിന്നാലെ പോലീസ് ആസ്ഥാനം പരാതി മ്യൂസിയം പോലീസിന് കൈമാറി. ന്യൂസ് 18 തിരുവനന്തപുരം.
സഭാ സ്തംഭനം തുടർക്കഥയായതോടെ സമവായ പാത തുറക്കുകയാണ് സർക്കാർ. പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവിനെ കണ്ട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച. പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ സഹകരിക്കാമെന്നായിരുന്നു വി.ഡി. സതീശന്റെ മറുപടി. തിങ്കളാഴ്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടക്കാനാണ് ഇതോടെ വഴി തെളിയുന്നത്. പ്രതിപക്ഷം ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ തിരിച്ച് ആക്രമിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷം സമനില വിട്ട് പെരുമാറുന്നു എന്നാണ് MV ഗോവിന്ദന്റെ വിമർശനം. വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുകയാണ്, കലാപത്തിന് ആഹ്വാനം നൽകുന്നുവെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. 50 വർഷം അപ്പുറമുള്ള വികസനം മുന്നിൽ കാണുന്ന വിഷനുള്ള നേതാവാണ് പിണറായി വിജയൻ. കെ സുധാകരന്റെ എന്തും പറയുന്ന നില രാഷ്ട്രീയ നേതാവിന് യോജിച്ചതല്ല എന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഇതിനിടെ മുഹമ്മദ് റിയാസ് ന്യൂസ് 18 പ്രത്യേക അഭിമുഖം അനുവദിച്ചു. ന്യൂസ് 18 കേരള സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിൽ മുഹമ്മദ് റിയാസ് ഈ വിഷയങ്ങളിലെല്ലാം മറുപടി നൽകുകയും ചെയ്തു. വ്യക്തിപരമായും കുടുംബത്തിനെതിരെയും വരുന്ന ആരോപണങ്ങൾക്ക് താൻ മറുപടി പറയേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആരോപണങ്ങൾ കേൾക്കാനും അറിയാനും സ്വീകരിക്കാനും നിശ്ചയിക്കാനും എല്ലാം ജനത്തിന് അവകാശമുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ 4 പാടും ആക്രമിക്കപ്പെട്ടിട്ടും ജനം കൃത്യമായ മറുപടി നൽകി. ജനങ്ങളിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അതില്ലെങ്കിൽ മാത്രമേ ബേജാറാകേണ്ട കാര്യമുള്ളൂവെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാഷ്ട്രീയം പറയേണ്ടടുത്ത് വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിച്ചാൽ ആരാ സ്വീകരിക്കുക? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജയവും തോൽവിയൊക്കെ അടങ്ങിയതാണ്. ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വീടുകളിൽ കയറി പ്രചരിപ്പിച്ചില്ലേ? ഇവരുടെ നേതാക്കന്മാർ വന്ന് പൊതുയോഗം നടത്തി പറഞ്ഞില്ലേ? അവിടെ 10-28,000 വോട്ടിനാണ് വിജയിച്ചത്. ഇരട്ടി ഭൂരിപക്ഷം. ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഇന്നുവരെ ഇല്ലാത്ത റെക്കോർഡ് ഭൂരിപക്ഷത്തിലെത്തി. കേരളത്തിലെ ജനങ്ങൾക്ക് ഓരോരുത്തരെന്താണ്, ഓരോരുത്തരെങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ള കൃത്യമായ ധാരണയുണ്ട്. തീർന്നിട്ടില്ല. താൻ അനന്തരാവകാശി എന്ന ആരോപണം അനാവശ്യമാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഓരോരുത്തരും വന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും ജനത്തിനറിയാം. ആത്മവിശ്വാസം ഇല്ലാതാകുമ്പോഴാണ് ഈ ഭയപ്പാട് വരിക. CPM എന്ന പ്രസ്ഥാനത്തിൽ എത്തിയത് മുതൽ തനിക്ക് ആത്മവിശ്വാസമുണ്ട്. പലപ്പോഴും തിരുത്തൽ വിധേയമായിട്ടുണ്ട്. ഇനിയും തിരുത്തേണ്ടി വന്നേക്കാം. അതിന് കരുത്തുള്ള പ്രസ്ഥാനമാണ് CPM എന്നും റിയാസ് പറഞ്ഞു. ആ ഒരു ഭയപ്പാടായിട്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. നമുക്ക് ഭയപ്പാടുണ്ടാകുമ്പോഴാണല്ലോ ആത്മവിശ്വാസം കുറയുക. CPIM എന്ന് പറയുന്ന വീട്ടിൽ കയറിയതിന് ശേഷം എനിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. CPIM എന്നുള്ള വീട്, CPM എന്നുള്ള പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ സ്വയം തിരുത്തലിന് വിധേയനായിട്ടുണ്ട്. ഇനിയും ഒരുപാട് ചിലപ്പോൾ തിരുത്തലിന് വിധേയനാകേണ്ടതുണ്ട്. അതാക്കാൻ പ്രാപ്തിയുള്ള പ്രസ്ഥാനമാണ് എല്ലാം. വലുത് പ്രസ്ഥാനമാണ്. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടലെങ്കിൽ അല്പനാൾ മുമ്പ് അത് അങ്ങനെയായിരുന്നില്ല. സർക്കാരും ഗവർണറും തമ്മിലായിരുന്നു പോരും. ഇപ്പോഴിതാ സാങ്കേതിക സർവകലാശാല വിഷയത്തിൽ ഗവർണർക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. KTU സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സിൻഡിക്കേറ്റിന് വേണ്ടി IB സതീഷ് MLA ആണ് കേസ് ഫയൽ ചെയ്തത്. ഗവർണർക്ക് VC അയക്കുന്ന കത്തുകൾ സിൻഡിക്കേറ്റിന്റെ അംഗീകാരത്തിനായി റിപ്പോർട്ട് ചെയ്യണമെന്ന തീരുമാനം ഗവർണർ തടഞ്ഞിരുന്നു. ഗവർണർക്ക് തിരിച്ചടി നേരിട്ടുവെങ്കിലും KTU വൈസ് ചാൻസലർ സിസ തോമസിന് ആശ്വാസവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. സിസ തോമസിനെതിരായ കാരണം കാണിക്കൽ നോട്ടീസിൽ സർക്കാരിന്റെ തുടർ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിലക്കി. സിസ തോമസ് നൽകിയ പരാതിയിലാണ് ഈ ഉത്തരവ്. സിസയോട് നോട്ടീസിന് മറുപടി നൽകാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. വിഷയത്തിൽ സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. കേസ് 23-ന് വീണ്ടും പരിഗണിക്കും. സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് തിരുവനന്തപുരം ലോ കോളേജിലെത്തുമ്പോൾ പ്രിൻസിപ്പലും SFI വിദ്യാർത്ഥികളും തമ്മിലാണ് തർക്കം. SFI വിദ്യാർത്ഥികൾ KSUവിന്റെ കൊടിതോരണങ്ങൾ നശിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കൊടിതോരണങ്ങൾ നശിപ്പിച്ചതിന് 24 SFI പ്രവർത്തകരെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം അധ്യാപികയെ SFI ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ലോ കോളേജ് അധ്യാപകർ ഇന്ന് കരിദിനം ആചരിച്ചു. ലോ കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ KSUവിന്റെ കൊടിതോരണങ്ങൾ SFI നശിപ്പിച്ചതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. പ്രിൻസിപ്പാളിന് പരാതി ലഭിച്ചതോടെ 24 SFI വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കൊടിതോരണങ്ങൾ SFI നശിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു.
വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു SFI അധ്യാപകരെ മുറിയിൽ പൂട്ടിയിട്ട് പ്രതിഷേധം നടത്തിയത്. 10 മണിക്കൂറുകളോളം 21 അധ്യാപകരെ മുറിയിൽ പൂട്ടിയിട്ടു. വൈദ്യുതി വിച്ഛേദിച്ചു. ശ്വാസമുട്ട് അനുഭവപ്പെട്ടതോടെ പുറത്തിറങ്ങാൻ ശ്രമിച്ച കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ VK സഞ്ജുവിനെ SFI ആക്രമിച്ചു. നമുക്ക് നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ഒരു പ്രൈമാ ഫേസി എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളത് എല്ലാ കംപ്ലയിൻറ്റും തിരിച്ചും മറിച്ചും കൗണ്ടർ കംപ്ലയിൻറ്റും ഉണ്ട്. എല്ലാം തന്നെ എൻക്വയറി കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. അല്ല ഏകപക്ഷീയമായ ഒരു നിലപാടും എടുത്തിട്ടില്ല. നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട കേസിൽ മാത്രമേ നടപടിയെടുത്തിട്ടുള്ളൂ. അധ്യാപകരെ SFI ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ലോ കോളേജ് അധ്യാപകർ ഇന്ന് കരിദിനം ആചരിച്ചു. വളരെ അപകടകരമായ പോക്കിലേക്കാണ് ഇത് പോകുന്നത്. അത് ഏത് വിദ്യാർത്ഥി സംഘടന എന്നുള്ളതല്ല, അധ്യാപകർക്ക് സ്വതന്ത്രമായിട്ടും അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടും അവരുടെ വർക്ക് പ്ലേസിൽ ജോലി ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവണം. പക്ഷേ അതിനെതിരായിട്ടുള്ളൊരു മൂവ്മെന്റാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. വനിതാ അധ്യാപകരെ ഉൾപ്പെടെ മുറിയിൽ പൂട്ടിയിട്ട് ഉപരോധിച്ചതിനെതിരെ KSUവും പ്രതിഷേധിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. SFIക്കാർ ആക്രമിച്ചു എന്ന അധ്യാപികയും പരാതിയുമായി രംഗത്തെത്തി. ലോ കോളേജിലെ സംഘർഷത്തിൽ SFI പ്രവർത്തകർ ആക്രമിച്ചു എന്ന് അധ്യാപിക സഞ്ജു പറഞ്ഞു. കഴുത്തിനും പരിക്കേറ്റുവെന്നും അധ്യാപിക പറഞ്ഞു. SFIയുടെ ഡിമാൻഡ് പ്രഷറൈസ്ഡ് ഡിമാൻഡായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവരെല്ലാവരും ഇലക്ട്രിസിറ്റി സ്വിച്ച് കട്ട് ഓഫ് ചെയ്തു. ഭയങ്കരമായിട്ട് അവർ ബാരിക്കേഡ് പോലെ അവർ തടയുകയായിരുന്നു. തടഞ്ഞ് എനിക്ക് പ്രഷർ കൂടിയപ്പോൾ എനിക്ക് പുറത്തേക്ക് ഓടണം എന്നുള്ളൊരു ഫീൽ വന്നു. ഞാനങ്ങനെ പോയി എൻ്റെ കൈ വലിക്കുകയായിരുന്നു. കൈ വലിച്ച് ഇവിടെ എൻ്റെ കയ്യിൽ വളയും പൊട്ടി ഇവിടെ ഫുൾ ഒരു എന്താ പറയുന്നത് ചതുപോലെ ഇങ്ങനെ വന്നിരുന്നു. നല്ല വേദനയായിരുന്നു. ഇതിനകത്ത് ഞങ്ങളുടെ കുട്ടികൾ മാത്രമല്ല ഔട്ട്സൈഡേഴ്സും കയറിയിട്ടുണ്ടായിരുന്നു. ആ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഈ സംഭവം ഞങ്ങളെ ഘെരാവ് ചെയ്യുന്നത്. ടോപ്പറ്റിലേക്ക് വീണ്ടും പോപ്പുലർ ഫ്രണ്ട് നിരോധന കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് NIA കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്തിമ റിപ്പോർട്ട് നൽകിയത്. കൊച്ചി NIA കോടതിയിലാണ് 30,000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിപട്ടികയിൽ 59 പേരുണ്ട്. ഭീകര സംഘടനയായ ISന്റെ അടക്കം പിന്തുണയോടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനായിരുന്നു PFI നീക്കം. ഇതര മതസ്ഥരെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി. ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയുണ്ടാക്കി. സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു. ജനാധിപത്യത്തെ ഇല്ലാതാക്കി. 2047 ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നിങ്ങനെ അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ് NIA കുറ്റപത്രത്തിൽ ഉള്ളത്. PMA സലാം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയേക്കും. ഇന്നു ചേർന്ന യോഗത്തിൽ 13 ജില്ലാ കമ്മിറ്റികളും സലാമിന്റെ പേര് നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി MK മുനീറിനെയാണ് നിർദ്ദേശിച്ചത്. KM ഷാജി, PM സാദിഖ് അലി തുടങ്ങിയവർ PK കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ MK മുനീർ ജനറൽ സെക്രട്ടറി ആകണമെന്ന് അഭിപ്രായപ്പെട്ടു. നാളെ കോഴിക്കോട് മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ യോഗം ചേരും. മുസ്ലിം ലീഗിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ചൊല്ലി തർക്കമില്ല എന്നായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. സംഘടനാ തെരഞ്ഞെടുപ്പ് കീഴ്വഴക്കം മുസ്ലിം ലീഗിനില്ല. എല്ലാവരുടെയും അഭിപ്രായം ആരായുകയാണ് ലക്ഷ്യമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേരളം സ്ത്രീ ശാക്തീകരണത്തിന് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാന സർക്കാർ നൽകിയ പൗരസ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടൊപ്പം രാഷ്ട്രപതി അമൃതാനന്ദമയി മഠവും സന്ദർശിച്ചു. രാഹുൽ ഗാന്ധി അദാനി വിഷയത്തിൽ ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. അദാനി വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളമുണ്ടാക്കി. എന്നാൽ രാജ്യത്തെ അപമാനിച്ചതിന് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി. ഭരണപക്ഷം പ്രതിഷേധം കടുപ്പിച്ചതോടെ രാഹുൽ ഗാന്ധിക്ക് സഭയിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. രാഹുലിനെതിരെ പാർലമെന്റിന്റെ പ്രത്യേക സമിതി അന്വേഷിക്കണം എന്നാണ് BJPയുടെ ആവശ്യം. ബഹളത്തിനിടെ ലോക്സഭാ നടപടികൾ ശബ്ദമില്ലാതെയാണ് സൻസദ് TV സംപ്രേഷണം ചെയ്തത്. അരമണിക്കൂറിൽ താഴെ മാത്രം ചേർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സിറോ മലബാർ സഭ ഭൂമിയിടപാട് കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് തിരിച്ചടി. സഭ ഭൂമിയിടപാട് കേസുകൾ റദ്ദാക്കണമെന്ന ജോർജ് ആലഞ്ചേരിയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി സ്വീകരിച്ച ചില തുടർ നടപടികളിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തി. കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി വിചാരണ നേരിടണം എന്ന ഹൈക്കോടതി വിധി നിലനിൽക്കുകയും ചെയ്യും. തൃശൂർ ചേർപ്പിലേക്ക് അവിടെ ചിറക്കലിലെ സദാചാരക്കൊലയിൽ 4 പേർ ഉത്തരാഖണ്ഡിൽ പിടിയിലായി. ഇവരെ നാളെ വൈകിട്ടോടെ തൃശൂരിലേക്ക് എത്തിക്കും. ചേർപ്പ് സ്വദേശികളായ അരുൺ, അമീർ, നിരഞ്ജൻ, സുഹൈൽ എന്നിവരാണ് പിടിയിലായത്. ഉത്തരാഖണ്ഡിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 7 ആയി.
ന്യൂസ് 18 ഒരു ഇമ്പാക്ട് വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ വീട്ടമ്മ ഭർത്താവിന്റെ ക്രൂരപീഡനത്തിനിടെ സംഭവത്തിൽ കർശന നടപടിയെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഒളിവിൽ പോയ പ്രതി ജോസ് മോഹനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയെന്ന് സതീദേവി ന്യൂസ് 18നോട് പറഞ്ഞു. BSNL മുൻ ഉദ്യോഗസ്ഥയായ മോളി ജോർജിനെ 37 വർഷമായി ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചിരുന്നത് ന്യൂസ് 18 പോലീസ് പെട്രോളാണ് പുറത്തു കൊണ്ടുവന്നത്. വൈകിട്ട് വളരെ വൈകി ആ കൊച്ചിയിലേക്ക് പോയി. അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത ശേഷം തിരിച്ചു വന്നപ്പോൾ ഇത്തിരി ലേറ്റായി. അപ്പോൾ ലേറ്റായി എന്നുള്ളൊരു ഒറ്റൊരു കാരണമാണ് സമയം വൈകി വന്നു എന്നുള്ള ദേഷ്യത്തിൽ എന്നെ വളരെയധികം ഇങ്ങനെ വഴക്കെല്ലാം പറഞ്ഞിട്ട് ഒരു വലിയ കുക്കർ എടുത്ത് എൻ്റെ തലയിലേക്ക് അടിക്കുകയാണ് ചെയ്തത്. കൊച്ചി സ്വദേശിനിയും BSNL മുൻ ഉദ്യോഗസ്ഥയുമായിരുന്ന മോളി ജോർജിനെ ഭർത്താവ് ക്രൂരമായി ആക്രമിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പോലീസ് പെട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വനിതാ കമ്മീഷന്റെ ഇടപെടൽ. ഒളിവിൽ പോയ പ്രതി ജോസ് മോഹനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി പി സതീദേവി ന്യൂസ് 18നോട് പറഞ്ഞു. എറണാകുളത്ത് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മോളി ജോൺ എന്ന് പറയുന്ന സ്ത്രീയെ ഭർത്താവ് പ്രഷർ കുക്കർ കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള പരാതിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഇന്നലെ ന്യൂസ് 18 ചാനലിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് കൂടി കണ്ടപ്പോഴാണ് എത്ര ക്രൂരമായിട്ടുള്ള വിധത്തിലുള്ള മർദ്ദനത്തിനാണ് ആ സ്ത്രീ വിധേയമായിട്ടുള്ളത് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മോളിയുമായി ഇന്നലെ ഞാൻ ഫോണിൽ സംസാരിച്ചു. ഇന്ന് രാവിലെ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ പ്രഷർ കുക്കർ ഉപയോഗിച്ച് തല അടിച്ചു പൊട്ടിച്ചതിനെ തുടർന്ന് മോളി ജോർജിന്റെ പരാതിയിൽ എറണാകുളം സൗത്ത് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. ഇതേ തുടർന്നാണ് ജോസ് മോഹൻ ഒളിവിൽ പോയത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ടയിലെ ഒരു അതിക്രമത്തിന്റെ വാർത്തയിലേക്കാണ്. പന്തളത്ത് വീട് ആക്രമിച്ച് തീവെച്ചു. കഞ്ചാവ് കേസിലെ പ്രതികളാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിന് ശേഷം പ്രതികളായ യുവാക്കൾ വീടിന് തീയിട്ടതായി വിളിച്ചറിയിക്കുകയായിരുന്നു. ആക്രമണം നടത്തിയ യുവാക്കൾ കഞ്ചാവ് കേസിലും പ്രതികളാണ്. പ്രതികളായ യുവാക്കളും രേഖയുടെ മകൻ സൂരജും തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം. കോഴിക്കോട്ടേക്ക് അവിടെ വടകരയെ ഓർക്കാട്ടേരിയിൽ ആകാശത്തൊട്ടിൽ അടിച്ചു മാറ്റുന്നതിനിടയിൽ യന്ത്രഭാഗങ്ങളിൽ കുടുങ്ങിയ തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. മലപ്പുറം സ്വദേശി ഷംസുവാണ് അപകടത്തിൽപ്പെട്ടത്. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഷംസുവിനെ രക്ഷപ്പെടുത്തിയത്. ഓർക്കാട്ടേരി ചന്തയ്ക്ക് എത്തിച്ചതായിരുന്നു ആകാശത്തൊട്ടിൽ. ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ജയം സ്വന്തമാക്കി. ഏകദിന പരമ്പരയിൽ ഇന്ത്യ 5 വിക്കറ്റിനാണ് ആദ്യ മത്സരത്തിൽ ജയിച്ചത്. 189 റൺസ് വിജയലക്ഷ്യം. 61 പന്തുകൾ ശേഷിക്കെ ഇന്ത്യ മറികടന്നു. 75 റൺസ് എടുത്ത് KL രാഹുലും 45 റൺസ് എടുത്ത് രവീന്ദ്ര ജഡേജയും പുറത്താകാൻ നിന്നു. 3 വിക്കറ്റ് വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്ക് ഇന്ത്യൻ മുൻനിരയെ ഒന്ന് വിറപ്പിച്ചുവെങ്കിലും 6ാം വിക്കറ്റിൽ രാഹുലും ജഡേജയും ചേർന്ന് 108 റൺസിന് കൂട്ടുകെട്ടുണ്ടാക്കി. 81 റൺസ് എടുത്ത മിച്ചൽ മാർഷ് മാത്രമാണ് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരിൽ തിളങ്ങിയത്. മുഹമ്മദ് ഷമിയും സിറാജും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ഫുട്ബോൾ കോർട്ടിലേക്ക് എത്തിയ അവിടെ UEFA ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന് മത്സരക്രമമായി എന്നുള്ളതാണ് വാർത്ത. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ബയേൺ മ്യൂണിക്കാണ് എതിരാളികൾ. റയൽ മാഡ്രിഡും ചെൽസിയും തമ്മിലാണ് മറ്റൊരു ഗ്ലാമർ പോരാട്ടം. AC മിലാനും നാപ്പോളിയും ക്വാർട്ടർ ഫൈനലിൽ മുഖാമുഖമെത്തും. മറ്റൊരു ഇറ്റാലിയൻ ടീമായ ഇന്ററിന് ബെൻഫിക്കയാണ് എതിരാളികൾ. ഇന്നായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിന്റെ മത്സരക്രമം നിശ്ചയിക്കുന്ന ഡ്രോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക് ആശ്വാസ വാർത്തയാണ്. യൂറോ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു. പുതിയ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിലെ പോർച്ചുഗലിന്റെ ആദ്യത്തെ സംഘമാണിത്. ലോകൌട്ട് ടീമിലുണ്ടായിരുന്ന ബ്രൂണോ ഫെർണാണ്ടസ്, ജാവോ ഫെലിക്സ്, ഗോൺസാലോ റാമോസ് എന്നിവരും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ടോപ്പ് 18 ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.